കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്, ചൈനീസിൻ്റെ തന്നെ. പിന്നെ ചിക്കൻ വെച്ചിട്ട് ചിക്കനും ക്യാബേജും കൂടി തമ്മിൽ രണ്ടും കൂടെ ചേർത്ത് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അതൊരു ചൈനീസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് ചിക്കൻ ബ്രസ്റ്റ് തന്നെയാണ് ഇപ്രാവശ്യം മേടിച്ചേക്കുന്നത്. ഇതായിരിക്കും നല്ലത് ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും. ഇതിനാകെ 115 രൂപയായിട്ടുള്ളൂ കേട്ടോ ഇത്. പിന്നെ നമ്മൾ നല്ലൊരു ക്യാബേജും ഒരു ഹാഫ് ക്യാബേജ്, എത്രയൊന്നും വേണ്ട, ക്യാബേജും വാങ്ങി വെച്ചിട്ടുണ്ട്. ക്യാബേജിനും 21 രൂപയാണ് കേട്ടോ അയക്കുന്നത്. അപ്പം ഈ ക്യാബേജ് കട്ട് ചെയ്യണം, ഇതിനൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയുണ്ട്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് ചിക്കൻ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് മാരിനേഷനും കൂടി വരുന്നുണ്ട്. അത് ആദ്യം ഒന്ന് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം നമുക്ക് ഭയങ്കര തിൻ സ്ലൈസ് ആയിട്ട് നമുക്ക് ഈ ചിക്കൻ ബ്രസ്റ്റ് അരിഞ്ഞ് വെക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ ബീഫിൻ്റെ വീഡിയോ ഞാൻ ചിക്കനിലൊന്ന് പരീക്ഷിച്ച് നോക്കിയായിരുന്നു. പക്ഷെ അത്ര അങ്ങോട്ട് ടേസ്റ്റ് വന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് ക്യാബേജ് ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ തന്നെ ബീഫ് തിന്നാത്ത ആളുകളുണ്ടാവും. ഇത് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് ഞാൻ കഴുകി വെച്ചേക്കണം കേട്ടോ ഓൾറെഡി. അപ്പം ഞാൻ ചെയ്യുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ വർത്താനം പറയണോണ്ടാണ് അത് ലോങ് ആയി പോണത്. ഇപ്പം എൻ്റെ അമ്മയൊക്കെ കംപ്ലൈൻറ്റ് ചെയ്തു, മറ്റേ ബീഫിൻ്റെ വീഡിയോ ഭയങ്കര വലുതായിട്ട് തോന്നി അല്ല, അങ്ങനെ അമ്മ പറഞ്ഞു. അത് സംസാരിക്കണോണ്ടാണ്, അങ്ങനെ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പം ഇത് നല്ല ടേസ്റ്റി ആവുമെന്ന് തോന്നുന്നു, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യാം. ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കണത്. ഞാൻ ഈ കുക്കിംഗ് വീഡിയോ എല്ലാം പരീക്ഷണമൊന്നും നടത്തിയിട്ടല്ല, അപ്പം കാരണം അപ്പം ഉണ്ടാക്കണതാണ് കേട്ടോ. കുറച്ച് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷുഗറാണ് കേട്ടോ. എടുത്തുകൊണ്ട് വരാം. ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഷുഗർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചൊരു പേരിന് മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ അടുത്തത് പെപ്പർ. അവർ വൈറ്റ് പെപ്പറാണ് യൂസ് ചെയ്തത്. ഞാനിപ്പോൾ അതില്ല, നമ്മുടെ സാധാരണ പെപ്പർ. ഞാൻ വൈറ്റ് പെപ്പർ മേടിക്കാൻ നോക്കിയതാണ് അവിടെ ചെന്നപ്പോൾ, അത് തീർന്നു. ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ. ഈ ബേക്കിംഗ് സോഡ എപ്പോഴും ആഡ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറാനായിട്ടാണ്. എന്ത് മീറ്റ് ആണെങ്കിലും നമ്മൾ വല്ലപ്പോഴും അല്ലേ ചെയ്യണുള്ളൂ. അപ്പോൾ ഇത് ആഡ് ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാമല്ലോ. അപ്പം കുറച്ച് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോൺ സ്റ്റാർച്ചും കൂടി വേണം, അതും കൂടി ഇട്ടുണ്ട്. പിന്നെ ചിലവർ ചോദിക്കുന്നുണ്ട്, ഇപ്പം ഈ റെസിപ്പിയൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ ഇതൊന്നും ഉള്ള കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അറിയുന്നവരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിട്ട്. സോയാ സോസൊക്കെ ചെറിയ സോയാ സോസ് കിട്ടും ഇല്ല ചെയ്തോട്ടാ, 60 രൂപയ്ക്കൊക്കെ നമുക്ക് സോയാ സോസ്. പിന്നെ ഈ കോൺഫ്ലവർ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഉണ്ടാവും. അന്ന് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇത് എടുത്തിട്ടേ ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ യൂട്യൂബൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ ബുക്കൊക്കെ കിട്ടുമായിരുന്നു, പാചകത്തിൻ്റെ ബുക്ക്. അതുപോലെ തന്നെ ടി വിയിൽ ചെറിയ ഇങ്ങനെ കിച്ചൻ്റെ ഒക്കെ ഷോ, ഇങ്ങനെ ഓരോ റെസിപ്പിയൊക്കെ പറഞ്ഞ് അതിനേക്കാളും ഒക്കെ ഇപ്പോൾ ഭയങ്കര സുഖമാണ് അല്ലേ. നമുക്ക് യൂട്യൂബ് നമുക്ക് കറക്റ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ശരിക്കും അങ്ങനെ ഫെയിലായി പോവാറില്ല, ചില ഐറ്റംസാണ് പാളിപ്പോണത്. അപ്പോൾ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ചിക്കൻ അടച്ചു വെക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോ അവർ കൂടുതൽ ആഡ് ചെയ്യണ റൈസ് വൈൻ എന്ന് പറഞ്ഞൊരു സംഭവം. അത് ചെറിയൊരു ആൽക്കഹോളിൻ്റെ തന്നെ ഒരു സംഭവമാണ്. പക്ഷെ ചാരായം ചെയ്തിട്ട് പറയണത്. അപ്പം ഞാൻ അതിന് റൈസ് വൈൻ നമ്മുടെ കയ്യിലില്ല, അതിന് പകരമായിട്ട് ഞാൻ വേറൊരു സംഭവം ആഡ് ചെയ്യണില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ആൽക്കഹോൾ കണ്ടന്റ് വേണ്ട അല്ലേ. ഇനി അടുത്തത് ക്യാബേജ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഭയങ്കര സ്പെഷ്യലാണ്, ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ ഒരു കുഞ്ഞാന്ന് അരിഞ്ഞൊക്കെ എടുക്കണ്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ, നമ്മൾ ക്യാബേജിൻ്റെ ഹാഫായിട്ട് കട്ട് ചെയ്യാം. എൻ്റെ പിന്നെ കയ്യിലേ നമുക്ക് ആദ്യം ഇത് വേണ്ട, ഒരെണ്ണം കളഞ്ഞാൽ മതി, കാരണം ഫ്രഷാണ്. ഫ്രഷ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതാ ഇങ്ങനെ കട്ട് ചെയ്യുക.
കത്തിക്ക് ഭയങ്കര മൂർച്ചയാണേ. ഞാൻ ആലോചിക്കണേ ചെയ്തു കേട്ടാ, ഇങ്ങനെ കട്ട് ചെയ്യണോ? കട്ട് ചെയ്തോ. നമ്മുടെ ചെറിയ പാത്രമല്ലേ. അപ്പൊ ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അടർത്തി എടുക്കണം നമ്മളിങ്ങനെ, കണ്ട. അപ്പൊ അത് പിന്നെ വേണ്ടത് നമുക്ക് ഗാർലിക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓൾറെഡി തൊണ്ടൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായി. മീൻസ് കുറച്ചും കൂടി കുനുകുനാന്ന് അരിയടി. അരിയ കേട്ടാ ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കണം. നല്ല കത്തി വേണം. നമുക്കിനൊരു കത്തി വാങ്ങണം. ഇത് അരിഞ്ഞിട്ട് മാറ്റി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഇഞ്ചി എടുക്കണമെങ്കിൽ നമ്മൾ എടുക്കണ ഒരുപാടൊന്നും വേണ്ട, ആകെ ഒരു കുറച്ച് മതി. അപ്പൊ നമുക്കിതാ ഈ തൊണ്ടൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കുനുകുനാന്നൊന്നും അരിയേ വേണ്ട കേട്ടോ. ഇഞ്ചി നമ്മൾ ഗാർലിക്ക് ചെയ്ത പോലെ അരിയണ്ട. അതാ 1 2 ഇല്ല, ഇത്രയും മതി. കൊറേ ആയ അതിന്റെ ടേസ്റ്റ് അങ്ങനെ നിൽക്കും. അവരെടുത്തേക്കണേനേക്കാളും കുറച്ചല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ അതേ ക്യാബേജ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കനും ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് ക്യാബേജാണ്. അതിന് മുന്നേ ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് കോൺഫ്ലവർ അല്ലേ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം. ഇതല്ലേ കോൺഫ്ലവർ, ഒരു ടീസ്പൂണോളൊക്കെ എടുത്തിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് വെക്കാം. അപ്പം അല്ലെങ്കിൽ ആ സമയം നമ്മൾ ബുദ്ധിമുട്ടും. അപ്പം ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ടു കുക്ക്. അപ്പം ആദ്യം തന്നെ പാൻ വെച്ചു, അടുപ്പ് കത്തിക്കാം. എത്ര സമയം എടുക്കും? ഇതൊരു 10 മിനിറ്റ് മതി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. സ്പ്രിംഗ് ഓണിയൻ വേണമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഭയങ്കര കുറച്ച് ഓയിൽ മതി കേട്ടോ. അപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട്. ഇപ്പോഴാണ് പഞ്ചസാര ഇടുന്നത്? അതെ. അതിനോടൊപ്പം തന്നെ ക്യാബേജ് ഇട്ട് കൊടുക്കാം. അപ്പൊ പാത്രത്തിൽ ഒതുങ്ങുമോ മൊത്തം ക്യാബേജ്? ഉപ്പിടണ്ടടി. ഇതാ തോട്ടിക്കേറിയിട്ടുള്ളൂ. ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, കാരണം ക്യാബേജിൽ വെള്ളമുണ്ട്. അവരെടുത്തേക്കണ വേറെ കളറാണല്ലോ. അതെനിക്ക് തോന്നുന്നത് വേറെ ക്യാബേജാണെന്ന് തോന്നുന്നു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കും. അവർ പറഞ്ഞിട്ടില്ല, ഞാനിടുന്നു. എൻ്റെ ആ മറ്റേ വീഡിയോ കണ്ടിട്ട് ആരോ പറഞ്ഞ ഒരു സിനിമ കണ്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രയും ലെങ്തി ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ ശ്രദ്ധിക്കാം. ക്യാബേജ് ആയിട്ടുണ്ട്, കാരണം അധികം നമ്മളിട്ട് കുക്ക് ചെയ്യരുത്. ഇത് ആയിട്ടുണ്ട്. നമ്മൾ വേറൊരു ഇതിലേക്ക് മാറ്റാൻ പോവാം. ഇതിലോട്ട് തന്നെ മാറ്റാം. അവരെന്തിനാ എല്ലാത്തിലും പഞ്ചസാര ഇടണമെന്നാണ് എനിക്ക് മനസ്സിലാവും. പഞ്ചസാര ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. അടുത്തത് നമ്മൾ വീണ്ടും കുറച്ച് ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കും. എഗെയിൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യണമെന്ന് അറിയോ? ജിഞ്ചർ മാത്രം. ജിഞ്ചറിന്റെ സ്ലൈസ് ഇല്ലേ, അത് മാത്രം. അപ്പൊ തന്നെ നല്ലൊരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ജിഞ്ചർ കുറച്ചും കൂടി സ്ലൈസ് ചെയ്യണം. അവര് പറഞ്ഞ 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഇല്ല, ഇത്തരം വേണം. നല്ലൊരു മണം വരുന്നുണ്ട് അവര് പറയണത്. മണമൊന്നും വരുന്നില്ലല്ലോ. മണം വന്നില്ല. വെയിറ്റ് ചെയ്യ്, മണം വന്നിട്ടുണ്ടോ? സത്യം. അപ്പൊ നമ്മുടെ ഇഞ്ചി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ചിക്കനെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മണം വന്നില്ലേ? കൂട്ടി വെക്കണോട്ടൊക്കെ. ചിക്കൻ പെട്ടെന്ന് കുക്കാവും, കാരണം നമ്മൾ കനം കുറച്ചല്ലേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെക്കണം. ഈ അടുത്ത വീഡിയോ നമ്മുടെ സേതുവിനെ കൊണ്ടായിരിക്കും കഴിച്ചിരിക്കണം. എല്ലാ പൂർണ്ണശ്രീ ഇവർ കൈക്കണക്ക് പോലെ എനിക്കൊരു കൈക്കണക്കാണ് ഇതൊക്കെ. ഇനി ഞാൻ വേണ്ട, പിന്നെ ഇനി നമുക്ക് കുറച്ച് ഗാർലിക്.
ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇളക്കല്ലേന്നല്ലേ പറഞ്ഞേ? ആ, അത് ഒരു സ്ഥലം ആയി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഗാർലിക് ഫ്രൈ ആയി കിട്ടൂല, മനസ്സിലായോ? ഗാർലിക് ഇപ്പോഴാണ് ഇടണ്ടേ? പിന്നെ എപ്പോഴാണ് ഇടേണ്ടത്? ചെയ്തേണ്ട ഉദ്ദേശത്തിൽ ഗാർലിക് എപ്പോഴാണ് ഇടേണ്ടത്? ആദ്യം ഇടണമായിരുന്നു. അല്ല, ഇതിങ്ങനെയാണ്. നമുക്ക് കുറച്ച് ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെയ്തോണ്ട പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. ശരിയാണ് ചെയ്തേട്ടൻ പറഞ്ഞത്. കാരണം ഗാർലിക് എപ്പോഴും നമ്മൾ ഓയിൽ ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ നമ്മൾ ആ ഗാർലിക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യും. പക്ഷെ ഇതിലങ്ങനെയല്ല, ഇത് ഓപ്പോസിറ്റാണ്. നമ്മൾ ഇഞ്ചിയാണ് അതിന് പകരം ഇട്ട് കൊടുക്കും. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സംഭവമൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഇനി ഈ സമയം ഞാൻ ചെയ്തു വെക്കാത്തൊരു കാര്യമുണ്ട്. ഒന്നാവട്ടെ, അതിവിടെ വെച്ച് ചെയ്യാം, നല്ലൊരു വീഡിയോയിൽ കിട്ടും. കത്തി എടുത്തോണ്ട് വരണ്ടേന്ന് കുറച്ചും കൂടി അടുത്തേക്ക് അങ്ങനെ വെച്ചേക്ക്. അവര് ഭയങ്കര വലിയ പീസായിട്ടാണ് ഇത് തരുന്നത്. നല്ല പഴക്കമുള്ള പണിയും അന്ന് വാങ്ങിയിട്ട് സൂക്ഷിച്ചു വെച്ചതാ. ഇനി നമുക്ക് ഈ സമയം സ്പ്രിംഗ് ഓണിയൻസ് അല്ലെ സോയാ സോസ് ഇടാൻ. സ്പ്രിംഗ് ഓണിയൻസ് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്യണേണ് കേട്ടോ. അപ്പൊ ഇതെപ്പോഴാണ് ആഡ് ചെയ്യണത്? ക്യാബേജ് അത് പിന്നെ ഇടട്ടെ? ഇട്ടോ. കുറച്ചും കൂടി ആഡ് ചെയ്യണം. അവര് 2 സോയാ സോസ് ഡാർക്ക് ഒഴിച്ചിട്ടുണ്ട്, ലൈറ്റ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഏതാ ഡാർക്ക്. അതെ, ഈ സോസ് ഒന്ന് ബേൺ ആയി വന്നിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ക്യാബേജും കൂടി ഇട്ട് കൊടുക്കുമ്പോ സെറ്റ് ആവും കേട്ടോ. ക്യാബേജ് ഇട്ടിട്ടല്ലേ അല്ല, അപ്പൊ നമ്മുടെ പുല്ലക്കിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പുല്ല അല്ല, സ്പ്രിംഗ് ഓണിയൻ. ഇനി ഒന്നാവട്ടെ. ഇതാ ഈ സമയം നമുക്കിനി നമ്മൾ കലക്കി വെച്ചേക്കണ കോൺ സ്റ്റാർച്ചിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. നമുക്കൊരു സംശയം തോന്നുന്നു ഇത് എങ്ങനെ ആയെന്നറിയാം. ഇതിന്റെ സോസൊക്കെ ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്കാണ് നമ്മൾ എന്താണ് ക്യാബേജ് ആഡ് ചെയ്യാൻ വേണ്ടി പോണം. കുറച്ചും കൂടി സോസ് വേണമായിരുന്നു. വേണോ? ഇപ്പൊ തന്നെ കളിച്ച് കഴിക്കാം. ഇത്രയും വേണോ അല്ലേ? വെള്ളം കുറഞ്ഞു പോയി തോന്നണം ഞാൻ നേരത്തെ. ഇനി ഈ സമയം ഒന്ന് തിക്കായി, അപ്പൊ തന്നെ തിക്കായി. നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഇടട്ടെ. എന്തെടുത്താലേ ഈ കറി റെഡിയായിട്ട്. ക്യാബേജ് ഇത്രയും തന്നെ എടുക്കണമായിരുന്നു അല്ലേ? ഇനി നമ്മൾ അധികം ഇട്ട് ഇളക്കി കുളമാക്കരുത്. കാരണം ക്യാബേജ് ഒക്കെ അത്രേ വരാൻ പറയുള്ളൂ. ഇതിലേക്ക് തന്നെ മാറ്റാം ക്യാബേജ്. അപ്പൊ ഞാൻ ഇതിലേക്ക് തന്നെ മാറ്റാണ് കേട്ടോ. ടേസ്റ്റ് നോക്കണോ? ടേസ്റ്റ് നോക്കാം, ഉപ്പൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ആദ്യം ചിക്കൻ തന്നെ നോക്കാം. അടിപൊളി. ഇപ്പൊ കൂടിയെങ്കിലേ ഉള്ളൂ. ക്യാബേജ് എന്താ പറയാ, ക്യാബേജ് ഒരു ക്രഞ്ചിനെസ് വേണം കേട്ടോ. ഭയങ്കര ഇതാവരുത്. ഇതാ അങ്ങനെ ഇരിക്കുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സോഫ്റ്റ് ആയി കഴിക്കണമെന്നാണെങ്കിൽ ഇത്രയും കൂടെ വേവിച്ചാൽ മതി. അപ്പൊ അത് ആദ്യം തന്നെ ഞാൻ ചിക്കൻ എടുത്ത് കഴിക്കാൻ വേണ്ടി പോകാം. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ഒപ്പം തിന്നണം ക്യാബേജ്. അടിപൊളിയാണ്. കായപ്പൊടണം. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ.
ആ ചിക്കൻ കഴിച്ചു നോക്കൂ കേട്ടോ. നിൽക്കുന്നുട്ടോ, ഞാൻ എടുക്കണം എന്നൊരു വീഡിയോ എടുത്തോട്ടോ. നിൽക്കട്ടോ, ഞാൻ പറയാം. അവിടെ തന്നെ കഴിച്ചു നോക്കി. ചൂട് ഒന്നും പറയാനില്ല അല്ലേ. അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. കണ്ടില്ലേ, ക്യാബേജും ചിക്കനും കറക്റ്റ് ആണല്ലേ, സെയിം ക്വാണ്ടിറ്റി തന്നെ അല്ലേ. അപ്പൊ വീഡിയോയുടെ കാര്യം പറയട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. സൂപ്പറാണ്.